കേരളത്തിൽ പ്രതിദിനം ദാരിദ്ര്യം വർദ്ധിക്കുമ്പോഴും മന്ത്രിമാർ ആഘോഷത്തിലാണ് എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മലപ്പുറം വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെസ്റ്റ് ജില്ലാ നേതൃയോഗത്തിന് ശേഷമായിരുന്നു കൺവെൻഷൻ ഉദ്ഘാടനം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 30 ജില്ലാ കമ്മിറ്റികളിലും ബി.ജെ.പി. കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്നലെ തൃശൂരിൽ നിന്നും ആരംഭിച്ച വികസിത കേരളം കൺവെൻഷന്റെ 2ാം ദിനം ഇന്ന് മലപ്പുറം ജില്ലയിലായിരുന്നു. തിരൂർ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിലായിരുന്നു വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ. കൺവെൻഷന്റെ ഉദ്ഘാടനം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചു. എല്ലാവരും ഈ റൂമിലുള്ള എല്ലാവരും ബൂത്ത് ലെവൽ മുതൽ സംസ്ഥാന സ്റ്റേറ്റ് ഓർഗനൈസേഷൻ വരെ എല്ലാവരും ഈ വികസിത് കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത് കേരളം സൃഷ്ടിക്കാൻ പോകുന്ന പാർട്ടിയായിട്ട് മാറണം ഈ നമ്മുടെ ബി.ജെ.പി. കേരളം. സംസ്ഥാന സർക്കാർ കേരളത്തെ പിറകോട്ട് നയിക്കുകയാണെന്നും എന്നിട്ടും വാർഷിക ആഘോഷത്തിന് ഒരു കുറവുമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇവിടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ജിക്കും ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുത്തു. 2016 10 കൊല്ലം, ഇനി ഒരു കൊല്ലത്തിലാവും. 9 കൊല്ലം കഴിഞ്ഞു. കടമില്ലാണ്ട് സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഇത് 9 കൊല്ലം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കാർഡാണ് ഞാൻ പറഞ്ഞത്. 232 രൂപ ശമ്പളം എടുക്കുന്ന ആശാ വർക്കേഴ്സിന് 100 രൂപ കൊടുക്കാൻ കാശില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല. സർക്കാർ പെൻഷനേഴ്സ് അവരെ പെൻഷൻ വരുന്നത് 6-7 മാസം ഡിലേ ആണ്. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം എന്തെങ്കിലും കാണിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടോ 9 കൊല്ലത്തിൽ? ഒറ്റൊന്നുമില്ല. മലപ്പുറം വെസ്റ്റ് ജില്ലാ കൺവെൻഷന് മുന്നോടിയായി രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് തിരുനാവായയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ചേർന്ന കോർ കമ്മിറ്റി നേതൃയോഗത്തിൽ ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവിഷ്കരിക്കേണ്ട പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു. നാളെ ആലപ്പുഴ സൗത്ത് ജില്ലാ കൺവെൻഷൻ നടക്കും. ജനം, മലപ്പുറം.